ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി 100 ദിന തീവ്രയജ്ഞ പരിപാടിക്ക് ഇന്ന് തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് പത്തനംതിട്ടയിൽ നിർവഹിച്ചു. സംസ്ഥാനത്ത് ഗോത്രവിഭാഗത്തിലെ കുട്ടികളെ ദൃശ്യ സാങ്കേതിക വിദ്യയിൽ നൈപുണ്യമുള്ളവരാക്കി മാറ്റുന്നതിനുള്ള കിനാവ് ട്രെൻഡ് പദ്ധതികൾക്ക് തുടക്കമായി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിന് ഒന്നും മറച്ചുവെക്കാനില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ രാജ്യം വിട്ട കൂടുതൽ മലയാളികൾക്കെതിരെ കേസെടുക്കാൻ കുവൈറ്റ് ഭരണകൂടം. ഓവൽ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് 1-ാം ഇന്നിംഗ്സ് ലീഡ്. വാർത്തകൾ വിശദമായി. ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി 100 ദിന തീവ്രയജ്ഞ പരിപാടിക്ക് ഇന്ന് തുടക്കം. 33 സംസ്ഥാനങ്ങളിലെ 347 ജില്ലകളിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന്റെ 100 ദിന തീവ്രയജ്ഞ പരിപാടി മന്ത്രി വീണ ജോർജ് പത്തനംതിട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. ക്ഷയരോഗമുക്ത കേരളത്തിനായി ഒരു ജനകീയ മുന്നേറ്റം എന്ന പേരിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഗോത്രവിഭാഗത്തിലെ കുട്ടികളെ ദൃശ്യസാങ്കേതിക വിദ്യയിൽ നൈപുണ്യമുള്ളവരാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന കിനാവ് ട്രെൻഡ് പദ്ധതികൾ സംസ്ഥാനത്ത് തുടക്കമായി. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി നടപ്പാക്കുന്ന പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ക്യാമറ, എഡിറ്റിംഗ്, ഗ്രാഫിക്സ്, ആനിമേഷൻ തുടങ്ങിയ മേഖലകളിൽ 100 കുട്ടികൾക്ക് പദ്ധതിയുടെ ഭാഗമായി പരിശീലനം നൽകും. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കായി സംസ്ഥാന സർക്കാർ ഒരുക്കുന്ന ടൗൺഷിപ്പ് പദ്ധതിക്കായുള്ള 1-ാം ഘട്ട ഗുണഭോക്തൃ കരട് പട്ടിക തയ്യാറാക്കുന്നു. വീട് നഷ്ടപ്പെട്ട കുടുംബങ്ങളെയാണ് പുനരധിവാസത്തിന്റെ 1-ാം ഘട്ടത്തിൽ പരിഗണിക്കുന്നത്. കരട് പട്ടിക പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം പരാതികൾ അറിയിക്കാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാർ നടപടികൾ സുതാര്യമാണെന്നും മറച്ചുവെക്കാനൊന്നുമില്ലെന്നും മന്ത്രി സജി ചെറിയാൻ. റിപ്പോർട്ടിലെ നീക്കം ചെയ്തു എന്ന് പറയുന്ന പേജുകൾ പുറത്തുവരുന്നതിൽ സർക്കാരിന് ആശങ്കയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഒഴിവാക്കിയ ഭാഗങ്ങൾ പുറത്തുവിടുന്നതിൽ ഇന്ന് ഉത്തരവില്ല. വിവരാവകാശ കമ്മീഷനിൽ പുതിയ ഒരു പരാതി കൂടി ലഭിച്ച സാഹചര്യത്തിലാണ് പൂർണ്ണ റിപ്പോർട്ട് പുറത്തുവിടാത്തത് എന്നാണ് വിവരം. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന കരുതലും കൈത്താങ്ങും താലൂക്ക് തല പൊതുജന അദാലത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. പോർട്ടൽ വഴി സമർപ്പിച്ച പരാതികളാണ് അദാലത്തിൽ പരിഗണിക്കുന്നത്. അതാത് ജില്ലകളിൽ മന്ത്രിമാരാണ് അദാലത്തിൽ പങ്കെടുക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ 5 താലൂക്കുകളിൽ 5 ദിവസങ്ങളിലായാണ് അദാലത്ത് നടക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കണ്ണൂർ താലൂക്ക് അദാലത്ത് തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ കണ്ണൂർ താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിലാണ് നടക്കുക. തലശ്ശേരി താലൂക്ക് അദാലത്ത് ചൊവ്വാഴ്ച രാവിലെ 10 മണി മുതൽ തലശ്ശേരി കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും. തളിപ്പറമ്പ് താലൂക്ക് അദാലത്ത് ഈ മാസം 12-ന് വ്യാഴാഴ്ച തളിപ്പറമ്പ് മിനി സിവിൽ സ്റ്റേഷൻ വളപ്പിലും, പയ്യന്നൂർ താലൂക്ക് അദാലത്ത് ഈ മാസം 13-ന് വെള്ളിയാഴ്ച പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിലുമാണ് നടക്കുക. ഇരിട്ടി താലൂക്ക് അദാലത്ത് ഈ മാസം 16-ന് രാവിലെ 10 മണി മുതൽ ഇരിട്ടി തന്തോട് സെന്റ് ജോസഫ് ചർച്ച് ഹാളിൽ നടക്കും. 813 പരാതികളാണ് ഇതുവരെ ജില്ലയിൽ ലഭിച്ചത്. വൈദ്യുതി നിരക്ക് വർധന സാധാരണക്കാർക്ക് വലിയ ബാധ്യതയുണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇതിനെതിരെ UDF പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പ്രതികരിച്ചു. വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരെ മലപ്പുറം ജില്ലയിൽ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ KSEB ഓഫീസുകളിൽ ഉപരോധ സമരം നടത്തി. തിരൂരങ്ങാടിയിലെ സെക്ഷൻ ഓഫീസ് ഉപരോധിച്ച സമരക്കാരും പോലീസും തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. റോമൻ കത്തോലിക്ക സഭയിലെ കർദിനാളായി മലയാളിയായ ഡോക്ടർ ജോർജ് കൂവക്കാട് ഇന്ന് അഭിഷിക്തനാകും. ഇന്ത്യൻ സമയം രാത്രി 8-ന് വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് സ്ഥാനാരോഹണം. മാർ ജോർജ് കൂവക്കാട് ഉൾപ്പെടെ 21 പേർക്കാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കർദിനാൾ പദവിയുടെ സ്ഥാനചിഹ്നങ്ങൾ അണിയിക്കുക. ഇന്ത്യൻ റോമൻ കത്തോലിക്ക സഭാ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വൈദികൻ നേരിട്ട് കർദിനാളാകുന്നത്. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ, കൊടിക്കുന്നിൽ സുരേഷ് MP, MLA മാർ എന്നിവരടങ്ങുന്ന സംഘം ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ചടങ്ങിൽ പങ്കെടുക്കും. സംസ്ഥാനത്തെ ആദ്യ സ്കൂൾ ആർട്ട് ഗാലറി നാടിന് സമർപ്പിച്ചു. കോഴിക്കോട് കാരപ്പറമ്പ് സ്കൂളിൽ ആർട്ട് ഗാലറിയുടെ ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. 14 ജില്ലകളിലും സ്കൂൾ ആർട്ട് ഗാലറി സ്ഥാപിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
BAPS സന്നദ്ധ പ്രവർത്തക സുവർണ ജൂബിലി ആഘോഷങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വെർച്വലായി അഭിസംബോധന ചെയ്യും. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്ന് വൈകിട്ട് നടക്കുന്ന BAPS കാര്യകർ സുവർണ മഹോത്സവത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംബന്ധിക്കും. 30 രാജ്യങ്ങളിൽ നിന്നുള്ള 1 ലക്ഷം സന്നദ്ധ പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുക്കും. ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് ഉത്സവകാലത്തെ VIP ദർശനം തീർത്ഥാടകർക്ക് തടസ്സമുണ്ടാക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതി നിർദ്ദേശം. ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, ജസ്റ്റിസ് മുരളീകൃഷ്ണ എസ് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. തിരക്കിനെ തുടർന്ന് തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടായെന്നും ദർശനം തടസ്സപ്പെട്ടെന്നും സ്പെഷ്യൽ കമ്മീഷണർ കോടതിയെ അറിയിച്ചു. കണ്ണൂർ പള്ളിക്കുന്നിലെ ഔദ്യോഗിക വസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ADM നവീൻ ബാബു തൂങ്ങി മരിച്ചതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംശയകരമായ പരിക്കുകളോ പാടുകളോ ശരീരത്തിലില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം നവീൻ ബാബുവിന്റെ മൃതദേഹത്തിൽ ഇൻക്വസ്റ്റ് പരിശോധന നടത്തും മുൻപ് അറിയിച്ചില്ലെന്ന് വ്യക്തമാക്കി കുടുംബം രംഗത്ത് വന്നു. കുവൈറ്റിൽ നിന്ന് ബാങ്ക് വായ്പ എടുത്ത ശേഷം വായ്പ തിരിച്ചടയ്ക്കാതെ രാജ്യം വിട്ട സംഭവത്തിൽ കൂടുതൽ മലയാളികൾക്കെതിരെ കേസ്. നിലവിൽ കേരള പോലീസ് രജിസ്റ്റർ ചെയ്ത 10 പരാതികൾക്ക് പുറമെ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ കുവൈറ്റ് ബാങ്ക് ഉദ്യോഗസ്ഥർ കേരളത്തിലെത്തും. 700 നഴ്സുമാരുൾപ്പെടെ 1425 മലയാളികൾ 700 കോടി രൂപയോളമാണ് വായ്പ എടുത്തിട്ട് തിരിച്ചടയ്ക്കാത്തത്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. തെങ്ങ് കയറാൻ ആളെ കിട്ടുന്നില്ല എന്ന പരിഭവം ഇനി വേണ്ട. ഒറ്റ ഫോൺ കോളിൽ തെങ്ങുകയറ്റ തൊഴിലാളികൾ നിങ്ങളുടെ വീട്ടിലെത്തും. കേര കർഷകർക്കായുള്ള ഹലോ നാരിയൽ കോൾ എന്ന കോൾ സെന്ററിലൂടെയാണ് ഈ സേവനം ലഭിക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ. ഇതിനായി വിവിധ ജില്ലകളിൽ നിന്നുള്ള 1000-ഓളം തൊഴിലാളികൾ തൃശൂരിലെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ പരിശീലനം പൂർത്തിയാക്കി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 9:30 വൈകിട്ട് 5 മണിക്കും ഇടയിലുള്ള സമയങ്ങളിലാണ് ഇവരുടെ സേവനം ലഭ്യമാകുക. സേവനം ആവശ്യമായവർക്ക് 9447175999 എന്ന നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സപ്പ് സന്ദേശം അയക്കുകയോ ചെയ്യാം. തൊഴിലാളികളുടെ കൂലി നിശ്ചയിക്കുന്നത് അവരുടെ സേവനത്തിന്റെ അടിസ്ഥാനത്തിലാകും. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രതിമാസ പ്രഭാഷണ പരമ്പര നാളെ ആലപ്പുഴ തലവടി ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടക്കും. തോമസ് കെ തോമസ് MLA ഉദ്ഘാടനം നിർവഹിക്കും. കുട്ടനാടിന്റെ ചരിത്രവും വർത്തമാനവും എന്ന വിഷയത്തിൽ പ്രശസ്ത ചരിത്രകാരൻ MG ശശിഭൂഷൺ പ്രഭാഷണം നടത്തും. മധുപാൽ, ഫ്രാൻസിസ് നോറോണ, ഗിരിജ സേതുനാഥ്, സലിൻ മാങ്കുഴി തുടങ്ങി ശ്രദ്ധേയ കഥാകൃത്തുക്കൾ പങ്കെടുക്കുന്ന കഥയരങ്ങും ഇതോടനുബന്ധിച്ച് നടക്കും. അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ സ്ഥാപക സെക്രട്ടറി KSK ആലപ്പാട് അനുസ്മരണം നാളെ തൃശൂരിൽ നടക്കും. സാഹിത്യ അക്കാദമി വൈലോപ്പിള്ളി ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ കേരളത്തിലെ റേഡിയോ ശ്രോതാക്കളുടെ സുഹൃത്ത് സംഗമവും സംഘടിപ്പിച്ചിട്ടുണ്ട്. സൗരയുധത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തിനെ ഇന്ന് ഏറ്റവും അടുത്ത് ഏറ്റവും തിളക്കത്തോടെ കാണാനാകും. തിരുവനന്തപുരത്തെ സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിൽ ഇന്ന് രാത്രി 7 മുതൽ 8 വരെ പ്രത്യേക വാന നിരീക്ഷണം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഭൂമിയുടെ ഒരു വശത്ത് സൂര്യനും മറുഭാഗത്ത് വ്യാഴവും നേർരേഖയിൽ വരുന്ന ഒപ്പോസിഷൻ പ്രതിഭാസമാണ് ഇന്ന് ദൃശ്യമാവുക. ഇന്ന് സായുധ സേനാ പതാക ദിനം. സായുധ സേനകളിലെ സൈനികരെ ആദരിക്കുന്നതിന് എല്ലാ വർഷവും ഡിസംബർ 7-ന് ഈ ദിനം ആചരിക്കുന്നു. ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ നടക്കുകയാണ്. കണ്ണൂർ കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. അഡ്ലൈഡ് ഓവലിൽ നടക്കുന്ന ഇന്ത്യ-ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ 2ാം ടെസ്റ്റ് പുരോഗമിക്കുന്നു. ഇന്ത്യക്കെതിരെ 1-86 എന്ന നിലയിലാണ് ഓസ്ട്രേലിയ ആദ്യ ഇന്നിംഗ്സ് ഇന്ന് പുനരാരംഭിച്ചത്. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. കൊല്ലം RI സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റീസ് മേള ജില്ലാതലത്തിൽ ചന്ദനത്തോപ്പ് സർക്കാർ ITI ഓഡിറ്റോറിയത്തിൽ നടക്കും. ജില്ലയിലെ സർക്കാർ സഹകരണ സ്വകാര്യ മേഖലയിലുള്ള വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങളിലെ വിവിധ അപ്രന്റീസ് ഒഴിവുകളിലേക്ക് തിരഞ്ഞെടുക്കും. ITI പാസ്സായവർക്ക് പങ്കെടുക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി 100 ദിന തീവ്രയജ്ഞ പരിപാടിക്ക് ഇന്ന് തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് പത്തനംതിട്ടയിൽ നിർവഹിച്ചു. സംസ്ഥാനത്ത് ഗോത്രവിഭാഗത്തിലെ കുട്ടികളെ ദൃശ്യ സാങ്കേതിക വിദ്യയിൽ നൈപുണ്യമുള്ളവരാക്കി മാറ്റുന്നതിനുള്ള കിനാവ് ട്രെൻഡ് പദ്ധതികൾക്ക് തുടക്കമായി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിന് ഒന്നും മറച്ചുവെക്കാനില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ രാജ്യം വിട്ട കൂടുതൽ മലയാളികൾക്കെതിരെ കേസെടുക്കാൻ കുവൈറ്റ് ഭരണകൂടം. ഓവൽ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് 1-ാം ഇന്നിംഗ്സ് ലീഡ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.